ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ഓഫ് an 80 mm long line PQ measures 70 mm and 60 mm respectively. അപ്പോൾ ലൈനിന്റെ 3 ലെങ്ത് ഒരുമിച്ച് തന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലുതാണ് ട്രൂ ലെങ്ത് ഈക്വൽ ടു A'(B1' ആയിരിക്കില്ല അത്, അല്ലെങ്കിൽ AB2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 80 mm എന്ന് തന്നിരിക്കുകയാണ്. ആൻഡ് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ഓഫ് an 80 mm ലോങ് ലൈൻ. അപ്പം ലൈനിന്റെ ലെങ്ത് 80 mm. ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ടോപ്പ് വ്യൂ. അപ്പോൾ 70 and 60 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ 70 A'(B' ഈക്വൽ ടു 70, AB ഈക്വൽ ടു 60. പിന്നെ തന്നിരിക്കുന്നത് end A is in HP and other end B is in VP. Draw the projections and determine this inclination with HP and VP. Also locate traces. Okay. P', Q' ആണ്. അപ്പോൾ P', Q1', P, Q2, P', Q', PQ. ഓക്കെ. അപ്പോൾ P ഈസ് ഇൻ HP. P HP ആണെങ്കിൽ P' എവിടെയാണ്? XY ലൈനിലാണ്. ആ സെയിം XY ലൈൻ തന്നെയാണ് Qയും കിടക്കുന്നത്. Pയും Qയും സെയിം ലൈനിലാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പിന്നെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ്. എൻഡ് P ഈസ് ഇൻ HP, എൻഡ് Q ഈസ് ഇൻ VP. ഈ പോയിന്റ് HP യിലും ഈ പോയിന്റ് VP യിലുമാണ്. ഓക്കെ. ഇങ്ങനെയാണ് ലൈൻ കിടക്കുന്നത്. ഇതിന്റെ പ്രൊജക്ഷനാണ് വരയ്ക്കേണ്ടത്. ഇത് പാരലൽ ടു VP ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ, ഇത് പാരലൽ ടു HP ആകുമ്പോഴുള്ള പ്രൊജക്ഷൻ. അത് രണ്ടും കമ്പൈൻ ചെയ്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പോകുന്നില്ല. നമുക്ക് ഗിവൺ ഡാറ്റ യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കും. ഇത് ശരിയാണെന്ന് നോക്കിയാൽ 1, 2, 3, 4, 5 ഡാറ്റാസ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലത്തിൽ സഫിഷ്യൻറ്റ് ഡാറ്റ ഉണ്ട്, ചെയ്യാൻ പറ്റും. ആദ്യം തിൻ ലൈൻ യൂസ് ചെയ്ത് XY ലൈൻ വരയ്ക്കുന്നു. ഇനി സൈഡിൽ എന്താണ്, റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൻ്റെ ആ ജനറൽ ഫിഗർ ഒന്ന് വരയ്ക്കുകയാണ്. അത് നമുക്ക് അവിടെ ആവശ്യം വരും. അത് ഇവിടെ വരയ്ക്കുകയാണേ. XY നമുക്ക് ഇതല്ല ജനറൽ ആയിട്ടുള്ളത്. P' PQ തന്നെ കൊടുക്കുക. AB നമ്മൾ വരയ്ക്കാറ്. P', Q' വരയ്ക്കും. PQ വരയ്ക്കുന്നത് P' തീറ്റ ഡിഗ്രിയിൽ Q1' കിട്ടും. Q1' ടോപ്പ് വ്യൂ Q1 കിട്ടും. പിന്നെ 5 ഡിഗ്രിയിൽ Q2 കിട്ടും. അത് പാരലൽ ടു VP ആക്കിയത്. ഇതതിൻ്റെ Q2'. ഇതിനെ ഇവിടത്തേക്കും റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ കിട്ടുന്നതാണ് PQ, P', Q'. ഇത് രണ്ടും ഒരു ലൈനിലായിരിക്കും. ഇത് Q'. ഇത് നമുക്കറിയാം. നമ്മളിനി ഇവിടത്തേക്ക് വരും. XY കൊടുത്തു. നമുക്കറിയാം XY ലൈനിലാണ് P'. ഫിക്സ് ചെയ്തു. ഇത് P'. കാരണം ഈ P' ആണ് ഇപ്പോൾ ഇവിടെ XY ലൈനിൽ കാണുന്നത്. ഇനി നോക്കേണ്ടത് തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ വേറെ ഒന്നും ഇമാജിനേഷനോ ഒന്നും ചെയ്യുന്നില്ല. ഇത് എവിടെ വരുന്നു, എങ്ങനെ റൊട്ടേറ്റ് ഒന്നും നോക്കുന്നില്ല. ഇവിടെ നോക്കാം. എനിക്ക് ട്രൂ ലെങ്ത് ഈ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇത് 80 ആണ്. ഇതും 80 ആണ്. ഇത് 60 ആണ്. ഇത് എത്രയാണ്? ഫ്രണ്ട് വ്യൂ 70 ആണ്. അപ്പോൾ നോക്കുക, P' യൂസ് ചെയ്തിട്ട് എനിക്ക് Q1' വരയ്ക്കാൻ പറ്റുമോ നോക്കുക. Q1' വരയ്ക്കണമെങ്കിൽ എനിക്ക് ഈ ട്രയാങ്കിൾ വരച്ചാൽ പോരെ. ഈ പോയിന്റ് കിട്ടണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഏതാ? ഇങ്ങനെ വരുന്നു. ഇതെല്ലാം സെയിം അല്ലേ? ഇതല്ലേ ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് 60 ആണെങ്കിൽ ഇത് 60 ആയിരിക്കില്ലേ? ഇത് 60 ആയിരിക്കില്ലേ? ഇത് 60 ആയിരിക്കില്ലേ? ഓക്കെ. അപ്പോൾ Q1' കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു P', ഇത് ഈ ഡിസ്റ്റൻസ് 60 എടുത്താൽ പോരെ. എന്നിട്ട് ടോപ്പ് വ്യൂ 60 അല്ലേ? 60 എടുത്തിട്ട് മുകളിലേക്ക് വരച്ചാൽ പോരെ. അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 60 എടുക്കുന്നു. ഓക്കെ, 60 എടുത്തു. 60 എടുത്തിട്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാൻ പോകുന്നു. തിൻ ലൈൻ വരയ്ക്കുന്നു. തിൻ ലൈൻ വരച്ചു. Q' കിട്ടണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് 80 ഇവിടെ കട്ട് ചെയ്താൽ പോരെ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് 80 കട്ട് ചെയ്യണം. 80 കട്ട് ചെയ്തു. ഈ പോയിന്റാണ് Q1'. അതെനിക്ക് കിട്ടി. ഇത് Q1'.
Q1 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോക്കസ് എനിക്ക് ചെയിൻ തിൻ സിംഗിൾ ഡാഷ് യൂസ് ചെയ്ത് വരച്ചൂടെ? ലോക്കസ് ലൈൻ അല്ലെങ്കിൽ തിൻ ലൈൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഈ ലൈനിലായിരിക്കുമല്ലോ ക്യൂ ഡാഷ് വരിക. പി ഡാഷ് ക്യൂ ഡാഷിന് ലെങ്ത് 70 ആണെന്ന് എനിക്ക് അറിയാലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 70 ആർക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ 70 ആർക്ക് കട്ട് ചെയ്യുകയാണ്. ഇതാണ് എനിക്ക് വരുന്നത്. ഈ പോയിന്റ് ആണ് ക്യൂ ഡാഷ്. ക്യൂ ഡാഷ് അറിയെങ്കിൽ പി ഡാഷ് ക്യൂ ഡാഷ് ജോയിൻ ചെയ്യാൻ പറ്റും. പി ഡാഷ് ക്യൂ ഡാഷ് ജോയിൻ ചെയ്യാൻ പറ്റും. പി ഡാഷ് ക്യൂ ഡാഷ് കിട്ടി. ഇനി ക്യൂ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ ഡാഷ് ക്യൂ സെയിം ലൈൻ അല്ലേ? അപ്പോൾ എനിക്ക് ആ ക്യൂ ഡാഷ് ക്യൂ പ്രൊജക്ടർ വരയ്ക്കാൻ പറ്റുമല്ലോ. ക്യൂ ഡാഷ് ക്യൂ പ്രൊജക്ടർ വരയ്ക്കുകയാണ്. വരച്ചു കഴിഞ്ഞു. ക്യൂ ഡാഷ് ക്യൂ വരച്ചു കഴിഞ്ഞു. ക്യൂ ഡാഷ് ക്യൂ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യൂ എവിടെയാണ്? പ്രോബ്ലം തന്നിട്ടുണ്ട് എൻഡ് പി ഈസ് ഇൻ എച്ച് പി ആൻഡ് എൻഡ് ക്യൂ ഈസ് ഇൻ വി പി. ക്യൂ വി പിയിലാണെങ്കിൽ ക്യൂയുടെ ടോപ്പ് വ്യൂ സ്മോൾ ക്യൂ എക്സ് വൈ ലൈനിലായിരിക്കും. അപ്പോൾ ക്യൂ കിട്ടി. ഇതാണ് ക്യൂ. ഓക്കെ, ഇനി എന്താ വേണ്ടേ? അത് ഈ കിട്ടിയിരിക്കുന്ന ക്യൂ ഇവിടെ ഇത് താഴെയാണ്, ഇവിടെ ഇത് എക്സ് വൈ ലൈനാണ്. ആ വ്യത്യാസമായിട്ട് ഈ ക്യൂ എക്സ് വൈ ലൈനിലാണ് മാത്രം. ഇനി പി അല്ലേ കിട്ടേണ്ടത്? പി കിട്ടണമെങ്കിൽ നമുക്കറിയാം പി ഡാഷ് പി സെയിം പ്രൊജക്ടർ ലൈനിലല്ലേ? സെയിം പ്രൊജക്ടർ ലൈനാണ്. ഇതിന് മുകളിലോട്ടോ താഴോട്ടോ എവിടെ വേണേ വരാം. ഓക്കെ, അപ്പോൾ പി ക്യൂയുടെ ലെങ്ത് അറിയില്ലേ? പി ക്യൂയുടെ ലെങ്ത് എത്രയാ? 60. ഈ ലെങ്ത് ക്യൂ ഇതല്ലേ 60 വരുന്നത്. ഈ ലെങ്ത് ഇവിടെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ 60 എടുത്തിട്ട് ഇതല്ലേ ക്യൂ വരുന്നത്. ക്യൂവിൽ നിന്ന് 60 എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യുക. ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യേണ്ട, കാരണം ക്വാഡ്രന്റ് മാറണ്ട. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ ഇങ്ങോട്ടേക്ക് 60 എടുക്കുന്നു. ഇത് വരുന്നത് എനിക്ക് വരുന്നത് ഇവിടെയാണ്. കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതാണ് പി ഡാഷിന്റെ ടോപ്പ് വ്യൂ. പി ക്യൂ കംപ്ലീറ്റ് ചെയ്തു. പ്രൊജക്ഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. ഇപ്പം ഞാനിത് എന്താ ചെയ്തത്? ഞാൻ ഈ ഇത് യൂസ് ചെയ്തിട്ട് മാത്രമേ വരച്ചത്. ഇമാജിൻ ചെയ്ത് നോക്കിയില്ല. ഇനി ഇമാജിൻ ചെയ്ത് നോക്കിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ ഇതാ കിട്ടുക. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടുക. ആ ലൈനായത് ടോപ്പ് വ്യൂ ഇതാ. നോക്കാം, നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒരു ലൈൻ ഇങ്ങനെ കിട്ടും. ടോപ്പ് വ്യൂ മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടുക. ഇതാണ് ക്യൂ, ഇതാണ് പി. അത് കിട്ടി. ഇനി കംപ്ലീറ്റ് ആയില്ലേ? പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് നമ്മളോട് എന്തുകൂടെ ഫൈൻഡ്? ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് തീറ്റ. ഇപ്പോൾ തീറ്റ ഈക്വൽ ടു ഇവിടെ എത്ര കിട്ടുക വെച്ചാൽ അത് എഴുതുക. ഇനി ഫൈ കാണണം. ഫൈ കാണണമെങ്കിൽ ഒന്നുകിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ റൊട്ടേറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് ട്രൂ ലെങ്ത് അറിയാം എത്രയാണ്. ട്രൂ ലെങ്ത് 80 ആണെന്ന് അറിയാം. ഇപ്പോൾ പി ഫിക്സ് ചെയ്തിട്ട് ഇവിടെ 80 കട്ട് ചെയ്യുക. അതായത് പി ഫിക്സ് ചെയ്തിട്ട് ഇവിടെ 80 കട്ട് ചെയ്യുക. കാരണം പി ഫൈ ഉണ്ടാക്കുന്നത് പി Q2 ആണ്. Q2 ക്യൂയുടെ ലോക്കസിലാണ്. ഇവിടെ ക്യൂ എക്സ് വൈ ലൈനിലാണ് വരുന്നത്. അതെന്താ കുഴപ്പം? എക്സ് വൈ ലൈനിൽ വരുന്നത് മാത്രം, താഴെ തന്നെ വരണം എപ്പോഴും നിർബന്ധമില്ല. അപ്പോൾ പി ക്യൂവിൻ്റെ ലെങ്ത് 80 ആണെന്ന് അറിയാം. പിയിൽ നിന്ന് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് ഇവിടത്തേക്കും കട്ട് ചെയ്യാം. ക്യൂവിൽ നിന്ന് ഇതിലേക്കും കട്ട് ചെയ്യാം, ഇങ്ങോട്ടേക്കും വരയ്ക്കാം. അത് വേണ്ട, ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 80 ഇവിടെയാണ് എനിക്ക് കിട്ടുന്നത്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്കെയിൽ വെച്ചെടുക്കരുത്, കോമ്പസ് വെച്ചെടുക്കുക. ഇതാണ് Q2. ഇനി ഈ ആംഗിളാണ് എന്ത്? ഫൈ എത്രയാണെന്ന് ഇവിടെ എഴുതുക. ഇവിടെ എഴുതുക. ആൻസർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇവിടെ വേണമെങ്കിൽ ലോക്കസ് വരയ്ക്കേണ്ട ആവശ്യം. ലോക്കസ് എക്സ് വൈ ലൈനിലാണ് വരുന്നത്. ഓക്കെ, ഇതല്ലേ ചേഞ്ച് ആയി, ഇവിടെ അല്ലേ മൂവ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഡയമെൻഷൻ ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ്? ട്രൂ ലെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രൂ ലെങ്തും ഫ്രണ്ട് വ്യൂയുടെ ലെങ്തും ടോപ്പ് വ്യൂയുടെ ലെങ്തും. ഓക്കെ, അത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുക. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. ഇതിന് പാരലായിട്ട് കൊണ്ടുവരിക.
ഇവിടെ 1. ഇനി ഇത് തന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. ട്രൂ ലെങ്ത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. ഇതിന് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല, കാരണം രണ്ട് ലൈനാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ശ്രദ്ധിക്കണേ, സെയിം ലൈനല്ല. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് പാരലായിട്ട് ഇവിടെ ഇതെത്രയാ? ഇത് 60, 80. എനിക്ക് ഇവിടെ സ്പേസ് ഇല്ലാതെ ഇവിടെ ചെയ്ത്, ഇവിടെ സ്പേസ് ഇല്ലാത്തതാണ് ഇവിടെ ഫ്രണ്ട് വ്യൂ മാത്രം ചെയ്യുന്നത്. കറക്റ്റ് പെർപെൻഡിക്കുലർ വെക്കണേ. ഫ്രീ ഹാൻഡ് ആയിട്ട് പെട്ടെന്ന് വരയ്ക്കുകയാണ്. ഇവിടെ 70. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇനി ഞാൻ ജസ്റ്റ് നേരത്തെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞത്, അതായത് നമ്മൾ ഈ ടൈപ്പ് ഒരു പ്രോബ്ലം ഇനി വേറെ രീതി ചോദിക്കാതെ ക്വസ്റ്റ്യൻ കാണുന്നില്ല. പിന്നെ ഇൻക്ലിനേഷൻ വന്ന് ചോദിക്കാം. എൻ്റെ എ ഈസ് ഇൻ HP, എൻ്റെ ബി ഈസ് ഇൻ VP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിൻ്റെ ഇത്രയും പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്കിനി പറയാൻ മനസ്സിലാവും. ഈ ലൈനിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഇൻക്ലിനേഷൻ വിത്ത് HP, ഇൻക്ലിനേഷൻ വിത്ത് VP, അല്ലെങ്കിൽ ഈ പോയിന്റ് പൊസിഷനിലെ ലൈൻ ലെങ്ത് ഒക്കെയാണ്. ഇപ്പോൾ എൻ്റെ എ ഈസ് ഇൻ HP ആൻഡ് എൻ്റെ ബി ഈസ് ഇൻ VP ആണെങ്കിൽ തന്നെ ഈ ഇൻക്ലിനേഷൻ, ഇപ്പോൾ ഇത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഇനി ഇൻക്ലിനേഷൻ വിത്ത് VPയോ അല്ലെങ്കിൽ അത് കൊണ്ടുപോയിട്ട് VPയിൽ കൊണ്ടുപോയി വെക്കുന്ന ഒന്നുകൊണ്ടൊന്നും അതിൻ്റെ പൊസിഷൻ മാറില്ല. അതേപോലെ ഇൻക്ലിനേഷൻ വിത്ത് VP അത് 5 ഡിഗ്രിയാണ്. അതിനിപ്പോൾ ഇതിനെ കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ആ ടോപ്പ് വ്യൂയുടെ പൊസിഷൻ മാറില്ല എന്ന് മാത്രമാണ് ഇത് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് യൂസ് ചെയ്തിട്ട് മാത്രമാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഇത് കണ്ടു ഇനി എന്ത് ചെയ്യും ഇതിൽ നോക്കിയപ്പോൾ Q1 വരയ്ക്കണം. ഇതുപോലെ Q1 അല്ല Q2 വരയ്ക്കാം. കാരണം ആ സെയിം ഡാറ്റ, ആ സെറ്റ് ഓഫ് ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. Q2 വരയ്ക്കുന്നെങ്കിൽ ഇത് എത്ര എടുക്കണം? 70 എടുക്കണം. 70 എടുത്തിട്ട് Q2 കണ്ടിട്ട് അതിൽ PQ കണ്ടിട്ട് പിന്നെ PQ കാണുമ്പോൾ Q ഇവിടത്തേക്ക് എടുക്കണം, Q ഇവിടെ എടുക്കണം. അങ്ങനെ ചെയ്യാം. Q2 ഇവിടെ എടുക്കണം. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പത്തിൽ